നമസ്കാരം. കന്നി രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം എങ്ങനെയാണ്? കാരണം ഇപ്പോൾ വ്യാഴം രാശി മാറിയിരിക്കുന്നു, ശനി രാശി മാറിയിരിക്കുന്നു, രാഹു രാശി മാറിയിരിക്കുന്നു, കേതു രാശി മാറിയിരിക്കുന്നു. ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറിയപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്നത്? ഓരോ രാശി മാറ്റത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ശനിയും വ്യാഴവും രാശി മാറിയപ്പോൾ എങ്ങനെയായിരുന്നു, ഗുണവും ദോഷവും ഒക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഒരുമിച്ചൊരു വീഡിയോയിൽ പറയുന്നത്. ലഘുവായിട്ടാണ്, വളരെ ലഘുവായിട്ടാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. വിവാഹ സംബന്ധമായ പ്രശ്നം, അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം. കാരണം എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ ആ പൂജയിൽ നമ്മുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന വണ്ണം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരും നക്ഷത്രവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കന്നി രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം വ്യാഴം നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഗവൺമെൻറ് ജോലി വരെ ലഭിക്കുവാൻ സാധ്യത, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയേക്കാളും സാലറിയുള്ള ജോലികൾ ലഭിക്കുവാൻ സാധ്യത, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയെപ്പോലെ സ്ഥിരമായി നല്ലൊരു ജോലി ലഭിക്കുവാൻ സാധ്യത, അല്ലെങ്കിൽ വിദേശവാസത്തിനുള്ള സാധ്യത, നല്ല വരുമാനത്തോടു കൂടി ഒരു ജോലി ലഭിക്കുവാൻ സാധ്യത, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഡ്രൈവർമാർ, കർഷകർ, അത് കൃഷി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, കെട്ടിട പണിക്കാർ, ഇവർക്കെല്ലാവർക്കും എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, നല്ല അംഗീകാരങ്ങൾ ലഭിക്കുന്നു, ബിസിനസ്സിൽ ഒന്നിൽ പരം കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കുന്നു, സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ 10ാം ഭാവാധിപത്യം ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ശനി നിൽക്കുന്നത് കന്നിരാശിയുടെ 7ാം രാശിയിലാണ്. കണ്ടക ശനി ദോഷം എന്ന് തന്നെയാണ് പറയേണ്ടത്. 7ാം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കന്നി രാശിക്കാർക്ക് കണ്ടക ശനിദോഷമാണ് ബാധിച്ചിരിക്കുന്നത്. 2.5 വർഷ കാലഘട്ടമാണ് കണ്ടക ശനിദോഷമുള്ളത്. അപ്പോൾ ഈ 2.5 വർഷ കാലഘട്ടവും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ വഴിപാടുകളും പുഷ്പാഞ്ജലികളും നീരാഞ്ജനവും എല്ലാം നടത്തി പോകുന്നത് നല്ലതാണ്. എന്നാൽ 2.5 വർഷ കാലഘട്ടം കൊണ്ട് തീരുന്നില്ല. തുടർന്നിത് കഴിഞ്ഞിട്ട് ശനി അടുത്ത് നേരെ അഷ്ടമഭാവത്തിലോട്ട് വരും 2.5 വർഷ കാലഘട്ടം കഴിയുമ്പോൾ. അപ്പോൾ അഷ്ടമ ശനിദോഷമാണ്. കന്നിരാശിക്കാർക്ക് 5 വർഷ കാലഘട്ടം ശനിദോഷം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കണ്ടകശനി, അടുത്ത് അഷ്ടമശനി, ഇങ്ങനെ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയം കൂടുതലായി ബാധിക്കുന്നത് കുടുംബജീവിതത്തിൽ വിവാഹ സംബന്ധമായ തടസ്സം. നമുക്കൊരു വിവാഹ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, എഴച്ചിലാണ്. നല്ല ആലോചനകൾ വരുന്നില്ല, എന്നാൽ പൊരുത്തം കിട്ടുന്നില്ല. എല്ലാം ഓക്കെ വരുമ്പോൾ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിക്കോ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിവാഹ സംബന്ധമായ പ്രശ്നം. പ്രണയിക്കുന്നവർ
കലഹങ്ങളാകുന്നു, അവർ പിരിയുന്നു, അകലുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബജീവിതത്തിലെ കാര്യം പറയേണ്ട ആവശ്യം തന്നെയില്ല. എന്നും വഴക്കുകളും പ്രശ്നങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും ഇറങ്ങി മാറി നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് ഒരു സന്തോഷകരമായ ജീവിതം അനുഭവിക്കാൻ സാധിക്കാതെ കഴിയുന്ന അവസ്ഥയാണ് ഈ ഒരു വർഷക്കാലഘട്ടം, അല്ല ഈ വരുന്ന 2.5 വർഷക്കാലഘട്ടം അനുഭവിക്കുന്നത്. അത് ശനി മാറാൻ ഇനിയും 2.25 വർഷമുണ്ട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്യഭിഷേകം നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, ഇങ്ങനെ എല്ലാ പരിഹാരങ്ങളും ചെയ്തു പോയാൽ ഇതിനുള്ള കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. രാഹു നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, കളവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, സാമ്പത്തികപരമായ ധനനഷ്ടം അല്ലെങ്കിൽ ധനം കളഞ്ഞു പോവുക, വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോവുക, മറന്നു വെച്ച് പോവുക, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സമയം. കന്നിരാശിക്കാർക്ക് തന്നെ കേതു നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അപ്പോൾ കേതു 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തടസ്സങ്ങൾ, വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പരാജയം എന്നിങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ വ്യാഴം 10-ാം ഭാവത്തിൽ നേട്ടങ്ങൾ നൽകി സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരുമ്പോൾ ആ സാമ്പത്തികത്തെ കേതു ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പരാജയങ്ങൾ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 10,000 രൂപ നേടിയെടുക്കുമ്പോൾ 15,000 രൂപയുടെ ജോലിയും അല്ലെങ്കിൽ നഷ്ടവും അവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അവയെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് പൂജാ വഴിപാടുകൾ നടത്തുക. അതിനോടൊപ്പം നമുക്ക് നാഗദൈവങ്ങളെ, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ആയില്യ പൂജ നടത്തുക, നൂറുമ്പാലും നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇത് സഹായകരമായി മാറും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് അനുഭവം ജീവിതത്തിൽ വരുമ്പോഴേക്കും ശനിയുടെ ദോഷവും സർപ്പത്തിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും എല്ലാം ബാധിക്കുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.